ഹായ് എവ്രി വൺ, ഇന്ന് നമുക്ക് കാസി ഹൽവ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ആവശ്യമായ സാധനങ്ങൾ: കുമ്പളങ്ങ, നെയ്യ്, ഉപ്പ്, കാഷ്യൂനട്ട്, സഫ്രോൺ, ലെമൺ, ഷുഗർ, ഏലക്ക പൊടിച്ചത്. ഇത് കർണാടകയുടെ ട്രഡീഷണൽ റെസിപ്പിയാണ്. അവിടെ വെഡ്ഡിങ്സിൽ സെർവ് ചെയ്യുന്ന പോപ്പുലർ സ്വീറ്റാണ്. അപ്പോൾ തുടങ്ങാം. ആദ്യം നമുക്ക് കുമ്പളങ്ങ തൊലി കളഞ്ഞിട്ട് സീഡ് റിമൂവ് ചെയ്തിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. ഇതിപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളം സ്ക്വീസ് ചെയ്ത് എടുക്കാം. മസ്ലിൻ ക്ലോത്ത് യൂസ് ചെയ്ത് സ്ക്വീസ് ചെയ്താൽ വെള്ളം ഫുള്ള് മാറിക്കിട്ടും. 1.5 kg കുമ്പളങ്ങ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. ഇത് സ്ക്വീസ് ചെയ്ത് എടുക്കുമ്പോൾ ഏകദേശം 200 to 300 grams ഉണ്ടാവും. സ്ക്വീസ് ചെയ്ത് കിട്ടിയ വെള്ളത്തിന് ഒരു പാനിലേക്ക് ഒഴിച്ച് ബോയിൽ ചെയ്യണം. സ്ക്വീസ് ചെയ്ത് എടുത്ത വെജിറ്റബിളുടെ മെഷർമെൻറ്റ് എത്രയാണോ അതിന് 50 grams കുറവാണ് വെള്ളം എടുക്കുന്നത്. വെള്ളം ബോയിലായിട്ടുണ്ട്. ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത കുമ്പളങ്ങവിനെ ഇടാം. ഇതിപ്പോൾ വെള്ളം അബ്സോർബ് ആവുന്ന വരെ കുക്ക് ചെയ്യാം. ഏകദേശം 5 to 6 minutes എടുക്കും. അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതിപ്പോൾ 5 minutes ആയിട്ടുണ്ട്. വെള്ളം ഫുള്ള് വറ്റിട്ടുണ്ട്. ഷുഗർ ആഡ് ചെയ്യാം. സ്ക്വീസ് ചെയ്തെടുത്ത വെജിറ്റബിളുടെ അളവിൽ തന്നെ ഷുഗറും എടുക്കണം. സ്വീറ്റ് കൂടുതൽ ഇഷ്ടമുള്ളവരെങ്കിൽ ഞാൻ പറഞ്ഞ മെഷർമെൻറ്റ് തന്നെ എടുക്കാം. ഇല്ലെങ്കിൽ കുറച്ച് കുറവായിട്ടും ചേർക്കാം. ഷുഗർ മെൽട്ടാവുന്ന വരെ ഇളക്കി കൊടുക്കാം. ഷുഗർ മെൽട്ടായിട്ടുണ്ട്. ഇതിലേക്ക് സഫ്രോൺ ആഡ് ചെയ്യാം. സഫ്രോൺ കിട്ടിയില്ലെങ്കിൽ ഫുഡ് കളറും ആഡ് ചെയ്യാം. സഫ്രോൺ ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് അതിൽ കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട്, നാച്ചുറൽ ഫ്ലേവറും കിട്ടും. ഈ റെസിപ്പി കുക്കറിൽ ചെയ്യുന്നവരും ഉണ്ട്. പക്ഷെ അങ്ങനെ കുക്ക് ചെയ്താൽ ഫുള്ളി കുക്കായി പോകും. പാൻ മെത്തേഡ് യൂസ് ചെയ്ത് കുക്ക് ചെയ്യുമ്പോൾ ഗ്രേറ്റഡ് പീസസ് അങ്ങനെ തന്നെ ഹൽവയിൽ കടിക്കാൻ കിട്ടും. കളർ ഇടാതെ തന്നെ നാച്ചുറലായിട്ട് യെല്ലോ കളർ കിട്ടിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ 2 to 3 minutes കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് 1 pinch സോൾട്ട് ആഡ് ചെയ്യാം. ഈ സോൾട്ട് ആഡ് ചെയ്യുന്നത് സ്വീറ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി. ഇതിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ആഡ് ചെയ്ത് അറ്റ്ലീസ്റ്റ് 3 minutes കുക്ക് ചെയ്യണം. ഈ ഹൽവയുടെ കുക്കിംഗ് പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ടതാണ്. ഇളക്കിയില്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസസ് ഉണ്ട്. ഇതിലേക്ക് ഏലക്ക പൊടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഏലക്ക പൊടി ഫ്ലേവർ അനുസരിച്ച് കൂട്ടവും കുറയ്ക്കവും ചെയ്യാം. നെയ്യ് സെപ്പറേറ്റ് ആവുന്നവരെ കുക്ക് ചെയ്യണം. ഫുൾ കുക്കിങ്ങും മീഡിയം ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ കുറച്ച് ലെമൺ ജ്യൂസ് ചേർക്കുന്നുണ്ട്. ഈ ലെമൺ ജ്യൂസ് ചേർക്കുന്നത് ഷുഗർ ക്രിസ്റ്റലൈസ് ആവാതെ ഇരിക്കാൻ വേണ്ടി. ഈ ഹൽവ കുക്ക് ചെയ്യാൻ ഏകദേശം 20 minutes ആണ് എടുത്തത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. കാഷ്യൂനട്ട്സ് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് 1/2 സ്പൂൺ നെയ്യിൽ ഒരു 15 കാഷ്യൂനട്ട്സ് ഇട്ട് സിമ്മിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഹൽവയിലേക്ക് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. കാസി ഹൽവ റെഡി.